അയർക്കുന്നം പഞ്ചായത്തിലെ ആറുമാനൂർ ടാപ്പുഴ ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി. 8 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു. മുഖത്തും കൈയിലും ദേഹത്തും ആസകലമായി 26ഓളം കടികളാണ് കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. ആറുമാനൂർ ടാപ്പുഴ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തെക്കേത്തൊട്ടിയിൽ പരേതനായ അഖിലിന്റെയും ആതിരിയുടെയും മകൻ അഭിനവ് കൃഷ്ണയ്ക്കാണ് തെരുവുനായയുടെ കടി ഏൽക്കേണ്ടി വന്നത്. അവന് കൂട്ടുകാരുണ്ട് രണ്ടുപേരെ. അവരോടെ ആണെങ്കിൽ അവിടെ നമ്മുടെ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കളിക്കാൻ വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഒരു ചേച്ചി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്ന് കുഞ്ഞ് വരുന്ന വഴി തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ ഫുള്ള് ബ്ലഡായിരുന്നു കയ്യിലും മുഖത്തുമായിട്ട്. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു. നേരെ ഏറ്റുമാനൂർ ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്ന് കൈക്ക് 2 ടി എടുത്തു നേരെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. ഓരോ മുറിവിന് 26ഓളം ഇഞ്ചക്ഷൻ അപ്പം തന്നെ എടുത്തു. മുഖത്തും കൺപോളകളിലും അടക്കം കടിയേറ്റു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സൈക്കിൾ ചവിട്ടുന്നതിനിടെയാണ് അഭിനവിന് തെരുവുനായുടെ കടിയേറ്റത്. ദേഹമാസകലം മുറിവേറ്റ് ചോരയിൽ കുളിച്ചു കിടന്ന കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് തെരുവുനായെ ഓടിച്ച ശേഷം കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ തേടിയ ശേഷമാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. നിർധന കുടുംബത്തിലെ കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കുട്ടിയെ കടിച്ച തെരുവുനായ ഇപ്പോഴും പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് കൂടുതൽ ഭീതി ഉണ്ടാക്കുന്നുണ്ടെന്ന് മാതാവ് പറഞ്ഞു. തെരുവുനായയുടെ ശല്യം സംബന്ധിച്ച് അയർക്കുന്നം പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും കാര്യമായ നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അയർക്കുന്നം ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ് കൃഷ്ണ. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.